ചൂട് കടുത്തതോടെ കാടിറങ്ങുന്ന വന്യജീവികളുടെ എണ്ണവും കൂടി വരികയാണ്. വനത്തിൽ ആവശ്യത്തിന് തീറ്റയും വെള്ളവും ഒന്നും ഇല്ലാതെയാവുന്നതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ഉൾക്കാട്ടിൽ വന്യജീവികൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുകയാണ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ്. മൂത്തേടം പൂളക്കാപ്പാറ മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. ഇവരുടെ സ്വൈര്യജീവിതം ഇല്ലാതായിട്ട് നാളുകളേറെയായി. ചൂട് കൂടിയതോടെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കൂട്ടമായി എത്തുകയാണ്. തീറ്റ തേടി ആനയും പുലിയും പന്നിയും ഒക്കെ നാട്ടിലെത്തുന്ന സാഹചര്യം. കരുളായി വനത്തിൽ നിന്ന് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതാകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താനായിരുന്നു നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ ശ്രമം. മൂത്തേടത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ ഉൾക്കാട്ടിൽ തടയണ നിർമ്മിച്ചായിരുന്നു പ്രവർത്തനം. ഇത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിൻ്റെയും ഇമേജ് മൊബൈലിൻ്റെയും സാരഥികളാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ വനമേഖലയിൽ ഈ തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ഈങ്ങർത്തോടിനു കുറുകെ മരത്തടികൾ അടുക്കിയും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചുമെല്ലാമാണ് പ്രകൃതി സൗഹൃദ തടയണ നിർമ്മിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന പ്രവൃത്തിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്താനും സാധിച്ചു. തടയണയിൽ വെള്ളം നിറഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒഴിവാക്കാനായി നിറഞ്ഞു വരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കോൺക്രീറ്റ് കുഴലുകളും തടയണയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.